എല്ലാവർക്കും എസ് സമഗ്രയിലേക്ക് സ്വാഗതം. കലാ സാഹിത്യം സംസ്കാരം ടോപ്പിക്കിലെ PYQ ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ദി ലാർജസ്റ്റ് നോവൽ ഇൻ മലയാള ലിറ്ററേച്ചർ. മലയാള സാഹിത്യത്തിലെ ഏറ്റവും വലിയ നോവൽ ഏതാണ്? അത് അവകാശികളാണ്. മലയാള സാഹിത്യത്തിലെ ഏറ്റവും വലിയ നോവലാണ് അവകാശികൾ. അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന നാടകം എഴുതിയതാരാണ്? അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന നാടകം എഴുതിയതാരാണ്? VT ഭട്ടതിരിപ്പാടാണ് അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന നാടകം എഴുതിയത്. എന്റെ ജീവിത സ്മരണകൾ എന്ന ആത്മകഥ എഴുതിയതാരാ? എന്റെ ജീവിത സ്മരണകൾ എന്ന ആത്മകഥ എഴുതിയത് മന്നത്ത് പത്മനാഭന്റെ ആത്മകഥയാണ് എന്റെ ജീവിത സ്മരണകൾ. മഞ്ജുതരം ഏത് സാഹിത്യ വിഭാഗത്തിൽ പെടുന്നു? മഞ്ജുതരം ഏത് സാഹിത്യ വിഭാഗത്തിലാണ് ഉൾപ്പെടുന്നത്? ആത്മകഥയിലാണ് ഉൾപ്പെടുന്നത്. മഞ്ജുതരം എന്നത് ആത്മകഥയിലാണ് ഉൾപ്പെടുന്നത്. കണ്ണീരും കിനാവും എന്ന ആത്മകഥ ആരുടേതാണ്? കണ്ണീരും കിനാവും എന്ന ആത്മകഥ ആരുടേതാണ്? VT ഭട്ടതിരിപ്പാടിന്റെ ആത്മകഥയാണ് കണ്ണീരും കിനാവും. ആരുടെ ആത്മകഥയാണ് തുടിക്കുന്ന താളുകൾ? തുടിക്കുന്ന താളുകൾ എന്നത് ചങ്ങമ്പുഴയുടെ ആത്മകഥയാണ് തുടിക്കുന്ന താളുകൾ. മലയാളത്തിലെ ആദ്യത്തെ പ്രശസ്ത നിഘണ്ടുവായ സമസ്ത വിജ്ഞാന ഗ്രന്ഥാവലി എഴുതിയതാരാണ്? സമസ്ത വിജ്ഞാന ഗ്രന്ഥാവലി എഴുതിയത് R ഈശ്വരപിള്ള. R ഈശ്വരപിള്ളയുടെ ഗ്രന്ഥമാണ് സമസ്ത വിജ്ഞാന ഗ്രന്ഥാവലി. സമസ്ത ലോകവും ഈശ്വരനെ നിയന്ത്രിക്കണം. ജസ്റ്റ് കണക്ട് ചെയ്യുക. അങ്ങനെ സമസ്ത വിജ്ഞാന ഗ്രന്ഥാവലി എഴുതിയതാരാണ്? R ഈശ്വരപിള്ളയാണ് സമസ്ത വിജ്ഞാന ഗ്രന്ഥാവലി എഴുതിയത്. ജോർജ് ഓണക്കൂറിന്റെ ആത്മകഥ ഏതാണ്? ജോർജ് ഓണക്കൂറിന്റെ ആത്മകഥയാണ് ഹൃദയരാഗങ്ങൾ. ജോർജ് ഓണക്കൂറിന്റെ ആത്മകഥ ഏതാണ്? ഹൃദയരാഗങ്ങൾ. അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന നാടകം രചിച്ചതാരാണ്? അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന നാടകം രചിച്ചത് VT ഭട്ടതിരിപ്പാടാണ് അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന നാടകം രചിച്ചത്. കൊഴിഞ്ഞ ഇലകൾ ആരുടെ ആത്മകഥയാണ്? കൊഴിഞ്ഞ ഇലകള് ജോസഫ് മുണ്ടശ്ശിയുടെ ആത്മകഥയാണ് കൊഴിഞ്ഞ ഇലകൾ. കൊഴിഞ്ഞ ഇലകൾ ആരുടെ ആത്മകഥയാണ്? ജോസഫ് മുണ്ടശ്ശിയുടെ ആത്മകഥയാണ് കൊഴിഞ്ഞ ഇലകൾ. ഭാസന്റെ നാടകങ്ങൾ കണ്ടുപിടിച്ച സംസ്കൃത പണ്ഡിതൻ ആരായിരുന്നു? ഭാസന്റെ നാടകങ്ങൾ കണ്ടുപിടിച്ച സംസ്കൃത പണ്ഡിതനായിരുന്നു T ഗണപതി ശാസ്ത്രി. T ഗണപതി ശാസ്ത്രിയാണ് ഭാസന്റെ നാടകങ്ങൾ കണ്ടുപിടിച്ച സംസ്കൃത പണ്ഡിതൻ. കേരളത്തിന്റെ സാംസ്കാരിക തലസ്ഥാനം ഏതാ? കേരളത്തിന്റെ സാംസ്കാരിക തലസ്ഥാനം തൃശ്ശൂര്. തുഞ്ചൻ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? തിരൂരാണ് തുഞ്ചൻ സ്മാരകം സ്ഥിതി ചെയ്യുന്നത്. ഇനി കുഞ്ചൻ സ്മാരകം ആണെങ്കിലോ? കുഞ്ചൻ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് കിള്ളിക്കുറിശി മംഗലത്താണ് കുഞ്ചൻ സ്മാരകം സ്ഥിതി ചെയ്യുന്നത്. വള്ളത്തോൾ മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? വള്ളത്തോൾ മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് തൃശ്ശൂരാണ്. വള്ളത്തോൾ മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് തൃശ്ശൂരാണ്. ഞാൻ എന്ന ആത്മകഥ എഴുതിയതാരാ? ഞാൻ എന്ന ആത്മകഥ എഴുതിയത് NN പിള്ളയാണ് ഞാൻ എന്ന ആത്മകഥ എഴുതിയത്. മനുഷ്യന് ഒരു ആമുഖം എന്നത് ആരുടെ നോവലാണ്? മനുഷ്യന് ഒരു ആമുഖം എന്നത് സുഭാഷ് ചന്ദ്രന്റെ നോവലാട്ടോ. സുഭാഷ് ചന്ദ്രന്റെ നോവലാണ് മനുഷ്യന് ഒരു ആമുഖം. താങ്ക് യു.